നമ്മളിതൊക്കെ പേറിയിട്ട് നടക്കുക. പക്ഷേ ഒരു സമയം വരുമ്പോ ഇതൊക്കെ മണ്ണോട് ചേരും. ഈ ബോധാണ് വെള്ളിയാഴ്ച പള്ളിക്ക് വിളിച്ചിട്ട് എല്ലാ മുസ്ലിം സമാജത്തിൽപ്പെട്ട ആളുകളെയും വിളിച്ചിട്ട് 4 റക്അത്തുള്ള ദുഹ്ർ നിസ്കാരത്തെ മതം നിർബന്ധപൂർവം 2 ആക്കി ചുരുക്കി ബാക്കി 2 റക്അത്തുകൾക്ക് പകരം ഖത്തീബ് സാഹിബ് ഒരു സ്റ്റേജിൽ കയറട്ടെ, 2 പ്രഭാഷണം നിർവഹിക്കട്ടെ. അത് ചുരുങ്ങിയ പ്രഭാഷണമാകട്ടെ. അതിന്റെ കഥാ തന്തു അൽ വസിയ്യത്തു ബിത്തഖ്വ, പടച്ചോനെ പേടിച്ച് ജീവിക്ക് എന്ന ബോധമണ്ഡലത്തെ തൊട്ടുണർത്തലാകട്ടെ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഒരു പോളിസി അല്ലേ? അതിൽ നിന്ന് കിട്ടിയ ഊർജം കൊണ്ട് നമ്മൾ അടുത്ത വെള്ളി വരെ ജീവിക്കണം എന്നാണ്. അടുത്ത വെള്ളി വരെ പടച്ചോനെ ഞാൻ ജീവിക്കുമ്പോ ഒരാൾക്ക് ഞാൻ അല്ലലാവരുത്, അരട്ടലാവരുത്, ഞാൻ എന്നെ തന്നെ മോൾഡ് ചെയ്തെടുക്കണമല്ലോ തമ്പുരാനെ. ഞാനും നിന്റെ ഒരു അടിമയാണ് റബ്ബേ. എല്ലാം നശിക്കുമ്പോ നശിക്കാത്ത നിന്റെ അടിമയാണ് ഞാൻ. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ബില്യണറായ റബ്ബിന്റെ അടിമയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ദാരിദ്ര്യം പേടിച്ചത് എന്ന മനുഷ്യന്റെ ചോദ്യം. ഈ ചിന്തയുടെ പുറത്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഒരു നിലക്കും എന്താ പറയാ അഹന്തയുണ്ടാവൂല, ഈർഷ്യ ഉണ്ടാവില്ല, ക്രോധം, ദേഷ്യം, ഒരാളോട് വിയോജിപ്പ് ഉണ്ടാകൂല. ഈ ആത്മീയത ഉള്ളിൽ കയറിയാൽ, അതുകൊണ്ടാണല്ലോ മഹാന്മാരായ സൂഫികളുടെ ചക്രവാളത്തെ നമ്മളത് പരിശോധന നടത്തി. ശൈഖുൽ അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും പറയും, കുട്ടികളെ കാണുമ്പോ ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളോട് അത്തിപ്പറ്റ ഉസ്താദ് പറയുന്ന ഒരു വാക്കുണ്ട്, മക്കളെ കാണുമ്പോ മക്കളെ കൗതുകപൂർവ്വം നോക്കിയിട്ട്, ഉസ്താദിന്റെ ഒരു പോസിറ്റിവിറ്റിയാ ഞാൻ പറയുന്നത്. ഉസ്താദ് എത്ര വലിയൊരു ഒപ്റ്റിമിസ്റ്റ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തെ കാണുക, അതാണ് ഒപ്റ്റിമിസം. എന്താ ഉസ്താദ് പറയാറുള്ളത്? ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഉസ്താദ് പറയും, എത്ര ഭാഗ്യവാന്മാരാണ് മക്കള്. കാരണം ഒരു തെറ്റും ചെയ്യാനുള്ള അവസരം ഈ പ്രായത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ, അല്ലേ? കുരുത്തം കെട്ട കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാൻ അങ്ങനെയുള്ള ഭാഷയില്ല. പിന്നെ കുട്ടികളിൽ കമനീയമായ ഒരു കൗതുകം കലർത്തിയിട്ട് ഉസ്താദ് പറയുന്നത് ആത്മീയതയുടെ ഓരം പറ്റി നിൽക്കുന്ന ഒരു വാക്ക് എന്താണ്? തെറ്റ് ചെയ്യാൻ അവസരം കിട്ടാത്ത കുട്ടികളല്ലേ, അവർക്ക് പഠിച്ചുകൊണ്ട് അടുത്ത ആനുകൂല്യം ഉണ്ടല്ലോ. നാം മുതിർന്നവരെ കാണുമ്പോ ഒരുപാട് തെറ്റ് ചെയ്യേണ്ടി വന്നവർ എന്നൊരു ഭാഷ ഉസ്താദ് പ്രയോഗിച്ചില്ല. അവിടെയും പോസിറ്റീവ് വൈബാണ്. അവിടെ ഉസ്താദ് പറയൽ എന്താ? മാഷാ അല്ലാഹ്, ഒരുപാട് കാലത്ത് ആയുർദൈർഘ്യം കിട്ടിയ നല്ല മനുഷ്യന്മാര്, ഇവരൊക്കെ ഇത്ര കാലം ഈ കാലത്തിന്റെ ഇടയിൽ എത്ര നോമ്പ് കിട്ടിയവരാണ്, എത്ര മിഅ്റാജ് കിട്ടിയവരാണ്, എത്ര അറഫ കിട്ടിയവരാണ്, എത്ര ബറാത്ത് കിട്ടിയവരാണ്, എത്ര ലൈലത്തുൽ ഖദർ കിട്ടിയവരാണ്, എത്ര ഹജ്ജ് കിട്ടിയവർ, എത്ര ഉംറ കിട്ടിയവർ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം കാണുമ്പോഴേ